ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്കൂൾസ് ആൻഡ് കോളേജിൽ ബേസിക് മാത്തമെറ്റിക്സ് പറഞ്ഞുതരും. ജോമെട്രി, ട്രിഗണോമെട്രി, കാൽക്കുലസ് ഇതുപോലെ അഡ്വാൻസ് ടോപ്പിക്സും പറഞ്ഞു തരും. മാത്തമെറ്റിക്സിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നാലും പ്രാക്ടിക്കൽ ലൈഫിൽ സിമ്പിൾ മാത്തമെറ്റിക്സ് യൂസ് ചെയ്ത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഒരു സ്കൂളും കോളേജും പറഞ്ഞു തരാറില്ല. നമ്മുടെ കൺട്രിയുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കോണമി, സിവിക്സ് ഇതുപോലെയുള്ള സബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്ത് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ റിയൽ ലൈഫിൽ നമ്മുടെ കൺട്രിയുടെ എക്കോണമി എങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടതെന്ന് നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയില്ല. സോ ഇന്ന് നമ്മൾ ഈ ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റർ ആൻഡ് ഫണ്ട് മാനേജർ ആയിട്ടുള്ള പീറ്റർ ലിഞ്ചിന്റെ ബുക്കായ ലേൺ ടു ഏണിൽ നിന്ന് മണി മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള ചില ലെസൺസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ലെസൺ നമ്പർ 1, സ്ട്രോങ് എക്കോണമി ഈക്വൽ ടു സ്ട്രോങ് കൺട്രി. ഒരു കൺട്രി എക്കണോമിക്കലായിട്ട് സ്ട്രോങ് ആയിട്ടിരുന്നാൽ ആ കൺട്രി എല്ലാ ആസ്പെക്ട്സിലും സ്ട്രോങ് ആകാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ആ കൺട്രിയുടെ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യാം, ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാം, കൺട്രിയുടെ എല്ലാ സിറ്റിസൺസിന്റെയും ബേസിക് നീഡ്സ് കവർ ചെയ്ത് പ്രോസ്പെരിറ്റിയിലാകാം. ഒരു കൺട്രിയുടെ ജനങ്ങളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഈസി ആക്കാൻ ബിസിനസ്സസ് ആവശ്യമായിട്ട് വരും. ഈ ബിസിനസ് സക്സസ്ഫുൾ ആക്കാൻ ബിസിനസ് ഓണേഴ്സിന് പണം ആവശ്യമായിട്ട് വരും. ഈ ബിസിനസ് ഓണേഴ്സിന് ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പണം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ ലെവലിൽ ബിസിനസ് ചെയ്യാൻ കഴിയില്ല. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും കഴിയില്ല. സോ ബിസിനസ്സിന് പണം ഇല്ലാതാകുമ്പോൾ അവർ ലോൺ ചോദിച്ച് ബാങ്കിനെ അപ്രോച്ച് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് നിന്ന് പണം റൈസ് ചെയ്യും. എന്നാൽ നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ ഇൻകം പ്രൊഡ്യൂസിംഗ് പേഴ്സൺ ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾ പണം ബാങ്ക്സിലോ ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പണം ചിലവാക്കാതിരുന്നാലോ അത് നമ്മുടെ എക്കോണമിയെ ഗ്രോ ആകാൻ ഹെൽപ്പ് ചെയ്യില്ല. എന്നാൽ ഈ ബിസിനസ് തരുന്ന പ്രൊഡക്ട്സ് ഒരു കൺസ്യൂമർ ആയിട്ട് ബൈ ചെയ്ത് ഈ എക്കോണമിയെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് എക്കണോമിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ ആ ബിസിനസ് ഗ്രോ ആകുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ പണം മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയും. സോ നിങ്ങളുടെ വെൽത്ത് ബിൽഡ് ചെയ്യാനും നിങ്ങളുടെ കൺട്രിയുടെ എക്കണോമിക് സ്ട്രോങ് ആക്കാനും നിങ്ങളും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ലെസൺ നമ്പർ 2, ബീറ്റ് ദ ഇൻഫ്ലേഷൻ റേറ്റ്. ഇപ്പോ നിങ്ങളും നിങ്ങളുടെ കൺട്രിയും റിച്ച് ആകണമെന്ന് ഡിസൈഡ് ചെയ്തു. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച എമൗണ്ട് എവിടെ, എങ്ങനെ, ഏത് സെഗ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഇതുപോലെ ഇൻവെസ്റ്റിംഗിന്റെ ABCD ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് അങ്ങനെ തന്നെ വെക്കുക അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കില്ല. ബാങ്കിൽ പണം ഇട്ടാൽ ഒരു 3% ഇൻട്രസ്റ്റ് കിട്ടും. അതിലൂടെ മണി മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, ബാങ്കിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ആവറേജ് ആയിട്ട് നമ്മുടെ കൺട്രിയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ഈ ബാങ്കിൽ തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതലാണ്. സോ ബാങ്കിൽ സേവിങ്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ പണം അതിന്റെ വാല്യൂ നഷ്ടപ്പെടുത്തുകയാണ്. ഈ കാരണം കൊണ്ട് തന്നെ ചില ഡെവലപ്ഡ് കൺട്രീസിന്റെ ബാങ്ക്സിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കിയാൽ നെഗറ്റീവ് ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ കൺട്രിയുടെ സിറ്റിസൺസ് ബാങ്കിൽ അവരുടെ പണം ഉണ്ടെങ്കിൽ കുറയുമെന്ന് വിചാരിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ബിസിനസ്സസ് ഇതുപോലെ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ചെയ്യുക. കാരണം അതാണ് അവരുടെ കൺട്രിയുടെ എക്കോണമി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. സോ നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഇപ്പോ ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് 5% ആണ്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലൂടെ അറ്റ്ലീസ്റ്റ് 6 to 7% കൊണ്ടുവന്നാല് നിങ്ങൾ നിങ്ങളുടെ മണി ഗ്രോ ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. സോ സ്റ്റോക്സ്, ബോണ്ട്സ്, മ്യൂച്വൽ ഫണ്ട്സ് ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. എന്നാൽ ഇതിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലുള്ള എല്ലാ ടോപ്പിക്സിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ നോളജ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. കാരണം ബിഗിനർ ആയിട്ട് നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാതെ നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ലോസ് ആകാൻ ചാൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങളുടെ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട ബേസിക് റിക്വയർമെന്റ് ആണ് ഡിമാറ്റ് അക്കൗണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ലെസൺ നമ്പർ 3, തിങ്ക് ബിഫോർ യു സ്പെൻഡ് മണി. നോർമൽ ആയിട്ട് നമ്മളൊരു കാര്യത്തിൽ പണം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു 1000 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 1000 രൂപയല്ല സ്പെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റർ ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളുടെ തിങ്കിങ് ഇങ്ങനെ ആയിരിക്കില്ല. ഒരു ഇൻവെസ്റ്റർക്ക് എപ്പോഴും മണിയുടെ പവർ അറിയും. അതുകൊണ്ട് പീറ്റർ ലിഞ്ചിനെ പോലെയുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരു 1000 രൂപ ചിലവാക്കുന്നതിന് മുമ്പ് ഇങ്ങനെയായിരിക്കും ആലോചിക്കുക. ഞാനിപ്പോ ഒരു 1000 രൂപ ചിലവാക്കാൻ പോവുകയാണല്ലോ, ഇത് ചിലവാക്കാതെ ഒരു 30% റിട്ടേൺസ് ഉണ്ടാക്കിയാൽ 20 വർഷത്തിന് ശേഷം ഈ 1000 രൂപ 1,90,000 ആയിരിക്കും. ഇനി കോമ്പൗണ്ട് ആകട്ടെ എന്ന് ഒരു 10 years കൂടെ വെയിറ്റ് ചെയ്താൽ ഇത് 26 lakhs ആകുമല്ലോ എന്ന് തിങ്ക് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആക്കാൻ ഇതുപോലെ തിങ്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങിയാൽ എന്റെ കയ്യിൽ ആകെ 500 ആണുള്ളത്,
ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടാനാണെന്ന് വിചാരിക്കാതെ എത്ര ചെറിയ എമൗണ്ട് ആണെങ്കിലും അതിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് മണിയുടെ പവർ മനസ്സിലാക്കാൻ കഴിഞ്ഞ് യങ് ഏജിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ലെസൺ നമ്പർ 4, ഡോണ്ട് ട്രൈ ടു ടൈം ദ മാർക്കറ്റ്. പീറ്റർ ലിഞ്ച് പറയുന്നത് നമ്മൾ എപ്പോഴും മാർക്കറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ ഷെയർസ് വാങ്ങണമെന്ന് വിചാരിക്കരുത്. അതായത് പീറ്റർ ലിഞ്ച് മാർക്കറ്റിനെ ടൈം ചെയ്യണമെന്ന് വിചാരിക്കരുതെന്ന് പറയുന്നു. ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി പിക്ക് ചെയ്തിട്ടുണ്ട്. അത് 200 റുപ്പീസ് ഉള്ളപ്പോൾ വാങ്ങിയതാണ്. അത് കുറച്ചു കാലം കഴിഞ്ഞ് 400 ആയപ്പോൾ സെല്ല് ചെയ്ത് എക്സിറ്റ് ആയി. ഇനി അത് തിരിച്ച് 300ലേക്ക് തന്നെ വന്നാൽ വീണ്ടും വാങ്ങി 400ൽ സെല്ല് ചെയ്യാമെന്ന് വിചാരിക്കും. നിങ്ങൾ ലക്കി ആയിട്ടിരിക്കുമ്പോൾ 1-2 ടൈംസ് ഇത് വർക്കാകും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഷോർട്ട് ടൈമിൽ 5% റിട്ടേൺ കിട്ടി, 10% റിട്ടേൺ കിട്ടി എന്ന് പറഞ്ഞ് ആ ലിമിറ്റഡ് റിട്ടേൺസിൽ സാറ്റിസ്ഫൈഡ് ആകും. എന്നാൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ഷെയർ ബൈ ലോ സെൽ ഹൈ എന്ന് മാർക്കറ്റിനെ ടൈം നോക്കി ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്ററും സക്സസ്ഫുൾ ആയിട്ടുള്ള ചരിത്രമേ ഇല്ല. സോ നിങ്ങൾക്ക് ഇതുപോലെ മാർക്കറ്റിനെ കറക്റ്റ് ആയിട്ട് ടൈം ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ മാർക്കറ്റിനെ ടൈം ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെയധികം കുറവായിരിക്കും. സോ മാർക്കറ്റിനെ ടൈം ആക്കുന്നത് ട്രൈ ചെയ്യാതെ ഫണ്ടമെന്റൽ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി നിങ്ങൾ ബൈ ചെയ്താൽ അതിന്റെ പ്രൈസ് ടെമ്പററി ആയിട്ട് ഫ്ലക്ച്വേറ്റ് ആയാലും അത് ലോങ് ടേമിന് ഹോൾഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടും. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ലേൺ ടു ഏൺ ബൈ പീറ്റർ ലിഞ്ച് എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ചാനലിൽ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.